ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ മറ്റ് ചർച്ചകൾ ആരംഭിക്കുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ ആന്റണി ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ ചർച്ചയാകുന്നു. വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് വരുന്നു. പിന്നെ സുരേഷ് ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണം ഇവിടുന്ന് പറയുന്നു, ആന്റണി ചേട്ടൻ ഇട്ട കാര്യം പിൻവലിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ ചാനലിൽ കൂടെ ഒരു വലിയ ചർച്ചയായി പോകുന്നു. പിന്നെ അതിനൊരു എന്താ പറയുക, അതിനൊരു സമാപനം പോലെ അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. പിന്നീട് ഇത് ഇതിൽ നിന്ന് പിന്മാറുന്നു, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് March 27 വെച്ച് കഴിഞ്ഞിട്ട് അത് പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. എല്ലാവരും ടോട്ടൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അപ്പം ഈ സിനിമയ്ക്ക് പകരം വേറെ എന്ത്, ഇതിൻ്റെ റെമഡി എന്ത് ഈ പ്രശ്നം തീർക്കാനായിട്ട്? അങ്ങനെ ഇതെല്ലാം ചാനൽ ചർച്ചകളിലൂടെ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗോകുലം മൂവീസ് ഇതിൻ്റെ അകത്ത് എൻ്റർ ആവുന്നു, രക്ഷകനായിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയി. അപ്പം ഇത് ലൈക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഇത്. അതിനെ രക്ഷിക്കാനായിട്ട് ഗോകുലം ഗോപാലൻ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ പബ്ലിസിറ്റി അങ്ങ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹൈപ്പ് വാനോളം പോയി.